നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ സർക്കാർ UDF സർക്കാർ അധികാരം വെച്ചിട്ട് 100 ദിവസം തികയുന്ന ദിവസം കൂടിയാണ് ഇന്ന് കേട്ടോ. ജനകീയ പ്രഖ്യാപനങ്ങളും വിപണി ഇടപെടലും ഒക്കെ കൊണ്ട് തുടക്കത്തിൽ തന്നെ സർക്കാരിന് പ്രശംസ നേടാൻ കഴിഞ്ഞു. അതേസമയം തന്നെ PM-ശ്രീയിലെ നിലപാട് മാറ്റവും ദുരന്ത പ്രതിരോധത്തിലെ പാളിച്ചകളും ഈ സർക്കാരിന് ചെറുതായിട്ടെങ്കിലും മങ്ങലേൽക്കാനും ഇടയായിട്ടുണ്ട്. പുതിയ KPCC അധ്യക്ഷൻ ആരെന്ന ചോദ്യവും കല്ലുകൊടിയായി തുടരുകയാണ്. അനുരു അശോകൻ നമുക്കൊപ്പം വിവരങ്ങളുമായിട്ടുണ്ട്. അനുരു, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ വി ഡി സതീശൻ സർക്കാർ വന്ന് 100 ദിവസം പിന്നിടുകയാണ്. ഇപ്പം അഭിമാനമായിട്ട് പറയാൻ ഒട്ടനവധി പദ്ധതികളുണ്ട്. ഇപ്പം പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പ്രിയദർശിനി പദ്ധതി ജനം ഏറ്റെടുത്തു. മിഷൻ സമുദ്ര, അതേപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ, ഇതൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കുകയും വലിയ പ്രശംസ ഈ സർക്കാരിന് ലഭിച്ചതുമായിട്ടുള്ള പദ്ധതികളാണ്. ഇപ്പം അധികാരത്തിലേറെ 100 ദിവസമേ ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് നേടാനും സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമേ അല്ല. പക്ഷെ അതിനൊപ്പം തന്നെ വിമർശന വിധേയമാക്കപ്പെട്ട പല വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ PM-ശ്രീ അടക്കമുള്ള വിഷയങ്ങളിലെ നിലപാട് മാറ്റവും പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ട് അതിൽ നിന്നുള്ളൊരു U-ടേൺ അടിയും പലരെയും നിയമിച്ച് അതിൽ നിന്നും പിൻവാങ്ങലും കാര്യങ്ങളുമൊക്കെ ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോൾ പൊതുവിൽ നമുക്ക് വി ഡി സതീശൻ സർക്കാരിന്റെ ഈ 100 ദിനങ്ങളെ എങ്ങനെ വിലയിരുത്താം അനുരു? ഗുഡ് മോർണിംഗ് സേതു. ഓണമൊക്കെ അല്ലേ, ഉത്രാടപ്പാച്ചിലാണ് ജനങ്ങളും. അതിൻ്റെ ഒക്കെ ഒരു ആശംസ സേതുവിനും ആദ്യമേ അറിയിക്കട്ടെ. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഈ 100 ദിനം എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിലയിരുത്തലിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ 100 ദിവസത്തിൽ തന്നെ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും നയപരമായ നിലപാടുമൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒന്നാണ്. ഈ ഐക്യജനാധിപത്യ മുന്നണി പോലും പ്രതീക്ഷിക്കാത്ത ഒരു വൻപൻ ഫലമാണ് കേരള ജനത ഈ മുന്നണിക്ക് നൽകിയത്. 102 സീറ്റുകളിലേക്ക് UDF വളർന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ച നമ്മൾ സേതു പറഞ്ഞതുപോലെ പ്രിയദർശിനി പദ്ധതി, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നു. ഇടത് സർക്കാരിൻ്റെ കാലത്ത് വലിയൊരു തിരിച്ചടിയായിരുന്നു ആശമാരുടെ സമരം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം വർദ്ധിപ്പിച്ചത് ആശമാരുടെ ഓണറേറിയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചർച്ച ചെയ്തതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആശമാർക്ക് ഈ ഓണക്കാലത്ത് എല്ലാ അവരുടെ കുടിശ്ശികകളും തീർത്തുകൊണ്ട് അഡ്വാൻസായി ഓണറേറിയം നൽകുന്നു. ഈ ഓഗസ്റ്റ് മാസം പൂർത്തിയാകും മുമ്പേ തന്നെ അവർക്ക് ഓഗസ്റ്റിലെ ഓണറേറിയം നൽകുന്നു. ഇത്തരത്തിൽ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പ് രൂപീകരിക്കുന്നു. ഈ സർക്കാർ വന്ന് അധികാരത്തിലേറി 3 മാസത്തിന് മുമ്പ് തന്നെ വരുന്നത് ഓണമാണ്. നമുക്കറിയാം ഓണവിപണിയിൽ ഇപ്പോൾ വിലക്കയറ്റമാണ്. പക്ഷേ അതിനെയൊക്കെ തന്നെ കാര്യക്ഷമമായി ഇടപെടുന്നതിന് വേണ്ടി 13 സബ്സിഡി സാധനങ്ങളടക്കം സപ്ലൈകോയിൽ ഉറപ്പാക്കിക്കൊണ്ട് ചരിത്രത്തിലെ ഒരു വലിയ റെക്കോർഡ് നേട്ടത്തിലേക്ക് ഏകദേശം 391 കോടിയിൽ ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കാണ്. 391 കോടിയിലേക്ക് സപ്ലൈകോയുടെ വിറ്റുവരവ് മാറുന്നു. അപ്പോൾ ശക്തമായ ഒരു ഇടപെടൽ വിപണിയിൽ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ സർക്കാരിൻ്റെ നിലപാട് എന്തെന്നുള്ളതാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം പലതരത്തിൽ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിയ ഒരു സമീപനമായിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനത്തിൽ പോലും അത്തരത്തിലൊരു വിമർശനമുണ്ടായില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്നുള്ള ഒരു സമീപനം ായിരുന്നു ഈ സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ഒരു കേന്ദ്രത്തിന് ഒരു തടവിക്കൊണ്ടുള്ള ഒരു മൃദു സമീപനം മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന്റെ മിഷൻ സമുദ്ര പദ്ധതി പോലുള്ള ഒരു വലിയ വികസനങ്ങളിലേക്ക് പല പദ്ധതികളും പ്രഖ്യാപിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സർക്കാരിന്റെ പല നടപടികളും അത് വിവാദത്തിനും വഴിവച്ചിട്ടുണ്ട്. 100 ദിവസം ആവുന്നല്ലേ, പെട്ടെന്ന് 100 ദിവസമൊക്കെ ആയതുപോലെ. 100 ദിവസം വെച്ചാൽ വലിയൊരു കാലയളവാണ്. അപ്പം അങ്ങനെ ഒരു 100 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ സർക്കാർ. അപ്പം ഈ ക്യാബിനറ്റിന് മുന്നോട്ടും എല്ലാവിധ ആശംസകളും.